പേരോടുകൂടി വളർത്തി എന്നതിന്റെ പേരിൽ ഞാൻ ഇന്ന് രാവിലെയും കൂടെ അതിന് ദൃക്സാക്ഷിയായവരുടെ മൊഴികൾ ഇങ്ങനെ ന്യൂസിൽ വന്നത് 6 വർഷം മുമ്പത്തെ വാർത്തകൾ നോക്കുമ്പോൾ ഇറച്ചി വെട്ടുന്നവര് വെട്ടുന്നത് പോലെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷി മൊഴി രേഖപ്പെടുത്തുന്നത്. അത്രമേൽ ക്രൂരവും പൈശാചികവുമായി ഒരു നാടിന്റെ മുഴുവൻ ശബ്ദമായിരുന്ന ഒരു ചെറുപ്പക്കാരനെ, കേവലം 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ അത്രമേൽ നിഷ്ഠൂരമായി വെട്ടി നുറുക്കി കൊലപ്പെടുത്തി ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന, ഒരു നാടിന്റെ അത്താണിയായിരുന്ന, ഒരുപാട് പേർക്ക് അത്താണിയായിരുന്ന, കൈത്താങ്ങായിരുന്ന ആ ചെറുപ്പക്കാരനെ വകവരുത്തുകയാണ് CPM-ന്റെ ഗുണ്ടകൾ ചെയ്തത്. ായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളും ഉണ്ടായില്ല എന്നുള്ളത് തന്നെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് CPM അവരെത്രമേൽ നികൃഷ്ടമായ തരത്തിലാണ് ഭരണം നടക്കുന്നത് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. അത്തരത്തിൽ ഗുണ്ടകളെയും കൊലയാളികളെയും സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്രമേൽ ദുഷ്കരമാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുക എന്നുള്ളത്. ധീരനായ ഷുഹൈബിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ, ഈ ഓർമ്മ ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് CPM-ന്റെ എല്ലാവിധ കൊടും ക്രൂരതകളും, അതുപോലെ ഈ പറയുന്ന ഗുണ്ടകളെ സംരക്ഷിക്കുന്നതും ജനങ്ങളെ കഷ്ടത്തിലാക്കുന്നതും അടക്കമുള്ള സകല നയങ്ങൾക്കെതിരെയും ശക്തമായി കോൺഗ്രസ് പ്രതികരിക്കും എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഓർമ്മ ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.